അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം സൂറത്തു സൽസല ഏഴാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അതിനാൽ ആര് അണുമണിത്തൂക്കം നന്മ ചെയ്തുവോ അതവൻ കാണും. ഫമൻ അതിനാൽ ആര് യഅമൽ പ്രവർത്തിച്ചുവോ മിസ്കാല ദർറത്തിൻ അണുമണിത്തൂക്കം ഖൈറൻ നന്മ യറഹു അവൻ അതിനെ കാണും. ജനങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടുന്നതിനെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് മുൻ സൂക്തത്തിൽ പരാമർശിച്ചു. ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ആളുകളിൽ ഏതെല്ലാം അളവിൽ നന്മയുണ്ടോ, സൽഗുണങ്ങളുണ്ടോ, അതെത്ര ചെറുതാണെങ്കിലും അത് പാഴാവുകയില്ല, നഷ്ടപ്പെടുകയില്ല, അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ്. മദീനയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദാനം നൽകൽ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദാനം നൽകാൻ കാര്യമായ സംഖ്യയൊന്നും ഇല്ലായിരുന്നു. വളരെ ചെറിയ സംഖ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് അത്ര ചെറുത് എങ്ങനെ മറ്റൊരാൾക്ക് നൽകും എന്ന കാര്യത്തിൽ ലജ്ജയും മടിയും ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ വിഷയത്തിലാണ് ഈ സൂക്തം ഇറങ്ങിയത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഏത് നന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ വിലമതിക്കപ്പെടും. അണുമണി തൂക്കം എന്നാണ് ആ നന്മയുടെ ചെറുപ്പത്തെ സൂചിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച വാക്ക്. മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത അണുവിനോളം, ആറ്റത്തോളം ചെറുതായ ഒന്നാണെങ്കിൽ പോലും, അത്രയും നിസ്സാരമെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന കർമ്മമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യകർമ്മമായി രേഖപ്പെടുത്തപ്പെടും. ഓരോ നന്മയും പടച്ചവൻ്റെ അടുക്കൽ 10 ഇരട്ടിയായാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. എല്ലാ നന്മയും വിലമതിക്കപ്പെടുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അത് പരലോകം മാത്രമാണ്. ഭൂമിയിൽ ഒരിക്കലും വിലമതിക്കപ്പെടാതെ പോയ നന്മകളുണ്ട്. നന്മകൾ ചെയ്തതിൻ്റെ പേരിൽ മാത്രം ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ആളുകളുണ്ട്. നല്ല ഉദ്ദേശത്തോടെ ചെയ്തു, എന്നിട്ട് ആളുകൾ തിരിച്ചു മനസ്സിലാക്കി, അതിൻ്റെ പേരിൽ അങ്ങേയറ്റം വിഷമിച്ച, ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്. അത്തരം എല്ലാ ആളുകൾക്കും പാഴായിപ്പോയി എന്ന് കരുതപ്പെട്ട എല്ലാ നന്മകൾക്കും പ്രതിഫലം ലഭിക്കുന്ന, എല്ലാ നന്മകളെയും അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടെ പരിഗണിക്കുന്ന ലോകമാണ് പരലോകം. അതെത്ര ചെറുതാണെങ്കിലും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. നീ നന്മയിൽ ഒന്നിനെയും ചെറുതായി കാണരുത്. നിന്റെ ഒരു സഹോദരനെ നീ പ്രസന്നമായ മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും, ബബ്തിസാമുക ഫീ വജ്ഹി അഖീക സ്വദഖ, നീ നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ദാനമാണ്, നന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. തഖുന്നാറ വലൗ ബിശിഖി തംറ വലൗ ബികലിമത്തിൻ ത്വയ്യിബ. ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും, ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. കാരക്കയുടെ ചീന്ത് ദാനം ചെയ്യുന്നതിന് പോലും വലിയ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു നന്മയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കാൻ വരുന്നവൻ്റെ പാത്രത്തിൽ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന നന്മയാണെങ്കിലും, അല്ലെങ്കിൽ നിൻ്റെ സഹോദരനെ പ്രസന്ന മുഖത്തോടെ കണ്ടുമുട്ടുക, അഭിമുഖീകരിക്കുക എന്ന നന്മയാണെങ്കിലും, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതല്ലേ, പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുന്നതല്ലേ എന്ന രൂപത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിൻ്റെ സാരം. വിശ്വാസിനികളെ, സഹോദരിമാരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആടിൻ്റെ ഒരു കുളമ്പാണ് ഉള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ആടിൻ്റെ കുളമ്പ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് കരുതേണ്ടതില്ല, അതെങ്കിലും നിങ്ങൾ നൽകുക. ആ നന്മയെപ്പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്നർത്ഥം. എല്ലാ ചെറിയ നന്മകളും അങ്ങേയറ്റം വിലമതിക്കപ്പെടുന്നതാണ്. ചെറിയ നന്മകൾ കൂടിക്കൂടി അതൊരു കൂമ്പാരമായി വലിയ നന്മയായി മാറും. അതിനാൽ ചെറു നന്മകളെപ്പോലും ഗൗരവത്തിൽ കണ്ട് ആ നന്മകൾ പ്രവർത്തിക്കാനുള്ള വല്ലാത്ത പ്രചോദനമാണ്, പ്രോത്സാഹനമാണ് ഈ സൂക്തം. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 5 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കുക. ഫ ഫ ഖ ഖ ذال ذال عين عين قاف قاف ഫമൻ യഅമൽ ഖൈറൻ യറ. രണ്ടിടത്തും
ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. സുക്കൂനുള്ള നൂനിന് അല്ലെങ്കിൽ തൻവീനിന് ശേഷം യാ വന്നിരിക്കുന്നു. ദർറത്തിൻ ഖൈറ, താഇന് തൻവീന് ശേഷം ഹ വന്നിരിക്കുന്നു. ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാർ. فمن يعمل مثقال ذرة خيرا يره فمن يعمل مثقال ذرة خيرا يره. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.